ഡിവിഷൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ കാര്യമായ പുരോഗതി ഉണ്ടായത് ഈ കഴിഞ്ഞ 5 വർഷക്കാലങ്ങളിലാണ്. അത് മർമ്മപ്രധാനപ്പെട്ട വിഷയങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അതെല്ലാം പരമാവധി പരിഹരിക്കാനും ജനങ്ങളെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് നല്ല രീതിയിൽ നമ്മുടെ ഡിവിഷൻ്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കാനും കഴിഞ്ഞ നമ്മുടെ കൗൺസിലറിന് ഒരുപാട് കടപ്പാടും നന്ദിയുണ്ട് ഞങ്ങൾക്ക്. നമസ്കാരം, ഞാൻ ഹബീബുള്ള 9ാം ഡിവിഷൻ കൗൺസിലറാണ്. കഴിഞ്ഞ 5 വർഷക്കാലമായി 9ാം ഡിവിഷനിലെ ജനങ്ങളുടെ ഇടയിൽ ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യത്തിലൂടെയാണ് ഞാൻ കൗൺസിലർ പദവിയിൽ നിന്ന് പടിയിറങ്ങാൻ പോകുന്നത്. നമ്മുടെ ഏറ്റവും വലിയ ഒരു സ്വപ്ന പദ്ധതി എന്ന് പറയുന്നത് നമ്മുടെ ഈ MK രാഘവൻ മെമ്മോറിയൽ ലൈബ്രറി. ആ ലൈബ്രറി നമുക്കറിയാം, കൊച്ചിയിലെ ഏറ്റവും വലിയ റെഫറൻസ് ലൈബ്രറിയാണ്. 25,000-ഓളം പുസ്തകങ്ങളുള്ള ഏറ്റവും വലിയ റെഫറൻസ് ലൈബ്രറിയാണ് ചുള്ളിക്കലുള്ള 9ാം ഡിവിഷനിലെ MK രാഘവൻ മെമ്മോറിയൽ ലൈബ്രറി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളതിൻ്റെ 1ാം ഘട്ട നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു. ഇനി നമ്മുടെ കഴിഞ്ഞ 2025 ബഡ്ജറ്റിൽ നമ്മുടെ ബഹുമാന്യനായ കൊച്ചിയുടെ മേയറുടെയും കൂടി ഒരു ജനകീയ ഒരു സ്വപ്ന പദ്ധതിയാണ് MK രാഘവൻ മെമ്മോറിയൽ ലൈബ്രറി എന്ന് പറയുന്നത്. മേയറുടെയും കൂടി ഒരു പ്രത്യേക താല്പര്യപ്രകാരം കഴിഞ്ഞ ബഡ്ജറ്റിൽ 60 ലക്ഷം രൂപ അനുവദിക്കുകയും നമ്മുടെ ഈ ലൈബ്രറി ആധുനികവൽക്കരിച്ചുകൊണ്ട്, അതായത് പൈതൃകം നിലനിർത്തിക്കൊണ്ട് തന്നെ അതിനെ ഏറ്റവും കൂടുതൽ ആധുനികവൽക്കരിച്ചുകൊണ്ട് ഡിജിറ്റൽ ലൈബ്രറി ആക്കി നമ്മൾ മാറ്റാൻ പോകുകയാണ്. അപ്പോൾ കൂടുതൽ വായനക്കാരെ നമ്മുടെ ലൈബ്രറിയിലേക്ക് ആകർഷിക്കുവാനും നമ്മുടെ കുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്ക് അവരുടെ പാഠ്യ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സൗജന്യമായി ലഭിക്കുന്നതിനുള്ള ഡിജിറ്റൽ ലൈബ്രറി ആക്കി നമ്മുടെ ലൈബ്രറി നമ്മൾ മാറ്റാൻ പോവുകയാണ്. അതാണ് കഴിഞ്ഞ 5 വർഷക്കാലത്തെ എൻ്റെ ഡിവിഷനിലെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും സ്വപ്ന പദ്ധതി, ഏറ്റവും മികച്ച പദ്ധതിയായിട്ട് ഞാൻ ഇതിനെ കാണുന്നത്. ഇതിൻ്റെ തന്നെ നമ്മൾ മുഖച്ഛായ ആകെ മാറ്റാൻ പോകുന്നത്. ഇപ്പോൾ ഇരിക്കുന്ന റാക്കുകൾ കംപ്ലീറ്റ് നമ്മൾ മാറ്റിയിട്ടത് ഷെൽഫ് മോഡൽ, പുതിയ രീതിയിലുള്ള ഷെൽഫിൽ പുസ്തകങ്ങൾ അടുക്കി വെക്കുന്ന രീതിയാണ് നമ്മൾ ഇതിനകത്ത് വരുന്നത്. ഇപ്പോൾ ഈ റാക്ക് കംപ്ലീറ്റ് നമ്മൾ ഇവിടെ നിന്ന് മാറ്റിയ ശേഷം പുതിയ ഏകദേശം ഒരു 25,000-ഓളം പുസ്തകങ്ങൾ നമ്മുടെ ലൈബ്രറിക്കകത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതിൻ്റെ സിസ്റ്റം മൊത്തം മാറി ഇത് കംപ്ലീറ്റ് ഷെൽഫ് മോഡലാക്കിയിട്ട് നമ്മുടെ ലൈബ്രറി ആധുനിക രീതിയിലേക്ക് നമ്മൾ മാറ്റാൻ വേണ്ടി പോവുകയാണ്. തീർച്ചയായിട്ടും കൂടുതൽ വായനക്കാരെ ആകർഷിക്കാനായിട്ട് നമ്മുടെ ലൈബ്രറിക്ക് കഴിയും എന്നാണ് നമ്മൾ കരുതുന്നത്. ഇതാണ് നമ്മുടെ റീഡിംഗ് റൂം എന്ന് പറയുന്നത്. ഇതിൻ്റെ മുകൾ ഭാഗം നമ്മൾ പൂർണ്ണമായിട്ടും ഒരു സ്റ്റെപ്പ് പോലെ പണിതിട്ട് ഇത് കമ്പ്യൂട്ടർവൽക്കരിക്കാൻ വേണ്ടി പോവുകയാണ്. ഇതിൻ്റെ മുകളിലാണ് നമ്മൾ സ്റ്റെയർ കേസ് വെച്ചിട്ട് സ്റ്റെപ്പ് പോലെ പണിത് അത് കമ്പ്യൂട്ടർവൽക്കരിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസപരമായിട്ട് അവരുടെ ആവശ്യങ്ങൾക്കൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും സൗജന്യമായിട്ട് ലഭിക്കുന്നതിന് നമ്മുടെ ഈ കമ്പ്യൂട്ടർ ഉപകരിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ലൈബ്രറിയിൽ വരുന്ന പുസ്തകങ്ങൾ നമുക്ക് ഇനി പോയി റാക്കിലോ അല്ലെങ്കിൽ ഷെൽഫിലോ പോയിട്ട് നമ്മൾ പരതി എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കമ്പ്യൂട്ടർ വഴി നമുക്കത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പുസ്തകം എവിടെയാണ് ഇരിക്കുന്നതെന്നുള്ള ആ രീതിയിലേക്കുള്ള ഒരു ആധുനിക സംവിധാനമാണ് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമ്മൾ ഒരുക്കാൻ വേണ്ടി പോകുന്നത്. ഇത് നമ്മുടെ ഡിവിഷനിലെ ഹോമിയോ ഡിസ്പെൻസറിയാണ്. എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ 1 മണി വരെ സാധാരണക്കാരായ രോഗികൾക്ക് സൗജന്യമായി മരുന്ന് ലഭ്യമാക്കുന്ന ഒരു ഹോമിയോ ഡിസ്പെൻസറിയാണ് ഈ ഹോമിയോ ഡിസ്പെൻസറിയും ജനകീയ ആരോഗ്യ കേന്ദ്രവും ഒരു ഡിവിഷനിൽ തന്നെ വളരെ അപൂർവമായിട്ടാണ് വന്നിട്ടുള്ളത്. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി നമ്മുടെ ഡിവിഷനിലുണ്ട്. വളരെ നല്ല രീതിയിലാണ് സാർ പ്രവർത്തനം 5 വർഷം ഇവിടെ കാഴ്ചവെച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് തന്നെ ഇവിടെ തന്നെ അംഗൻവാടികളുണ്ട്, ജനകീയ ആസൂത്രണ PHC വന്നിട്ടുണ്ട്. അവിടെയാണെങ്കിലും സാറിൻ്റെ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ തന്നെയാണ് അതിൻ്റെ പ്രവർത്തനം നടത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ തന്നെയാണെങ്കിലും മെഡിസിൻസിൻ്റെ ഷോർട്ടേജ് ആണെങ്കിലും ബോട്ടിൽസ് ഇല്ല എന്ന് പറഞ്ഞാലും സാർ വിത്തിൻ സെക്കൻഡ്സിൽ നമുക്കത് അറേഞ്ച് ചെയ്ത് തരാറുണ്ട്. ഇത് നമ്മുടെ ഡിവിഷനിലെ ഏറ്റവും സ്മാർട്ട് അംഗൻവാടിയാണ്. ഈ അംഗൻവാടി എന്ന് പറയുന്നത് നമ്മുടെ കൊച്ചിയിലെ തന്നെ
ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു അംഗൻവാടിയാണ് ഈ അംഗൻവാടി. നമ്മളെ ജയ ടീച്ചർ കൊച്ചിയിലെ അംഗൻവാടി ടീച്ചർമാരുടെ ഇടയിൽ തന്നെ വളരെ പ്രസിദ്ധയായ ഒരു അംഗൻവാടി ടീച്ചറാണ്. ഫാത്തിമയുണ്ട്. ഏറ്റവും മികച്ച രീതിയിൽ നമുക്കറിയാം, ഇത് തന്നെ ഒരു സ്മാർട്ട് അംഗൻവാടി ആക്കിയിട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട്. കുട്ടികളൊക്കെ വരുന്നതേ ഉള്ളൂ. മിക്കവാറും അംഗൻവാടിയുടെ എല്ലാ പരിപാടികളും നമ്മൾ നടത്തുന്നത് ഈ അംഗൻവാടിയിൽ വെച്ചാണ്. ഈ അംഗൻവാടി നമ്മൾ കൂടുതൽ ഒന്നും കൂടി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ ക്രഷ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന രീതിയിലേക്കുള്ള ഒരു ക്രഷ്, കൊച്ചിൻ കോർപ്പറേഷനിൽ ആകെ 2 ഡിവിഷനിലാണ് ക്രഷ് അനുവദിച്ചിട്ടുള്ളത്. അതിൽ ഒരു ഡിവിഷൻ നമ്മൾ 9ാം ഡിവിഷനാണ്. അപ്പോൾ ക്രഷിൻ്റെ പരിപാടികൾ നമ്മളിപ്പോൾ അടുത്ത് തന്നെ അത് ആരംഭിക്കും. സാധാരണക്കാർക്ക് സാധാരണമായി വരുന്ന എല്ലാവിധ അസുഖങ്ങൾക്കും സൗജന്യമായിട്ട് മരുന്ന് ലഭ്യമാക്കുന്ന നമ്മുടെ കൊച്ചി നഗരസഭയുടെ ഏറ്റവും വലിയൊരു പ്രൊജക്റ്റാണ്. ഏകദേശം ഒരു 40ഓളം ഡിവിഷനുകളിൽ ഇതുപോലെ വെൽനസ് സെൻറ്റർ സ്ഥാപിച്ചിട്ടുണ്ട്. നമ്മുടെ ഡിവിഷനിലും നല്ല രീതിയിൽ വെൽനസ് സെൻറ്റർ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ട്. രോഗികൾക്ക് ആവശ്യമായ മരുന്നുകളുമൊക്കെ കൃത്യമായ രീതിയിൽ കൊടുക്കുന്നതിന് നമുക്ക് ഈ വെൽനസ് സെൻറ്റർ ഉപയോഗിക്കാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും പബ്ലിക് ഹോളിഡേയ്സ് വെച്ച് ബാക്കി എല്ലാ ദിവസവും 1 മണി മുതൽ 7 മണി വരെ ഈ വെൽനസ് സെൻറ്റർ പ്രവർത്തിക്കും. ഇപ്പോൾ രാവിലെ 9 മണി മുതൽ 1 മണി വരെ ഹോമിയോയും 1 മണി മുതൽ 7 മണി വരെ ജനകീയ ആരോഗ്യ കേന്ദ്രം പ്രവർത്തിക്കുന്ന ഒരു ഡിവിഷനാണ് 9ാം ഡിവിഷൻ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ തൊട്ട് നമുക്ക് ഒരു മിനി ഹോള്, ഇതൊരു വലിയ ഹോളായിരുന്നു. ഹോളിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിനായിട്ട് ഉപയോഗിച്ചത്. മറുഭാഗം അതിപ്പോൾ നമ്മൾ അടച്ചിട്ടിരിക്കുന്ന അതിന് പരിപാടി ഉണ്ടായിരുന്നില്ല. അവിടെ നമുക്ക് ചെറിയ ചെറിയ പരിപാടികൾ, സാധാരണക്കാർക്കായിട്ട് ചെറിയ ചെറിയ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് നമ്മുടെ ഹോള് എല്ലാവർക്കും സൗജന്യമായി നൽകുന്നുണ്ട്. അവിടെ നമ്മൾ യോഗ ക്ലാസ് നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോൾ അത് എല്ലാ ദിവസവും ആ ഹോള് സജീവമായി തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ജനകീയാരോഗ്യ കേന്ദ്രവും എല്ലാ ദിവസവും സജീവമായി തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലൈബ്രറി അങ്കണത്തിൽ തന്നെ ഇത്തരം കാര്യങ്ങളാണ് നമുക്കിപ്പോൾ നമ്മൾ 5 വർഷക്കാലത്തിനുള്ളിൽ നമ്മൾ ചെയ്തു തീർത്തിട്ടുള്ളത്. ഇനിയൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൻ്റെ മുകൾ ഭാഗം നമ്മൾ സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള ഫിറ്റ്നസ് സെൻറ്റർ ആരംഭിക്കുകയാണ്. അതിന് 1ാം ഘട്ട നടപടികൾ ഇപ്പോൾ പൂർത്തീകരിച്ച് കഴിഞ്ഞു. 2ാം ഘട്ടം ഇപ്പോൾ അടുത്ത മാസം ആരംഭിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് ഫിറ്റ്നസ് സെൻറ്റർ, അവിടെ ആരോഗ്യപരമായ കാര്യങ്ങൾക്കുള്ള ഫിറ്റ്നസ് സെൻറ്റർ നമുക്കിവിടെ പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. അതും നമ്മുടെ ഈ ലൈബ്രറി അങ്കണത്തിലുണ്ടായിട്ടുള്ള നമ്മളൊരു വികസന പരിപാടിയുടെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് അതിനെ കാണുന്നത്. അപ്പോൾ ഞാൻ കൗൺസിലറായി സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ ഡിവിഷനിലെ എല്ലാ റോഡുകളും വളരെയധികം തകർന്നു കിടന്ന് സഞ്ചാരയോഗ്യമല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ഈ കാണുന്ന ചുള്ളിക്കൽ ബൈ റോഡ്, ഈ റോഡ് നമ്മൾ BMC നിലവാരത്തിൽ നമ്മൾ ടാർ ചെയ്യുക മാത്രമല്ല, നമ്മളിൽ നിന്നും വിട പറഞ്ഞു പോയ നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട നമ്മുടെ ചരിത്ര താരവും മിമിക്രി ആർട്ടിസ്റ്റുമായിട്ടുള്ള കലാഭവൻ അനീഫിൻ്റെ പേരിൽ ഈ റോഡ് നാമകരണം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. കാരണം കൊച്ചിയിലെ കലയെ സ്നേഹിക്കുന്ന എല്ലാവരും ഒരുപോലെ സന്തോഷിക്കുകയും ഒരുപോലെ അനുമോദിക്കുകയും ചെയ്യുന്ന എൻ്റെ ഒരു പദ്ധതിയിലെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് ഈ റോഡ് നമ്മൾ BMC നിലവാരത്തിൽ ടാർ ചെയ്തത്. 5 വർഷത്തെ ഗ്യാരണ്ടിയിലാണ് നമ്മൾ ഏറ്റവും മികച്ച രീതിയിലാണ് ഈ റോഡ് നമ്മൾ ടാർ ചെയ്തിട്ടുള്ളത്. കലാഭവൻ അനീഫിൻ്റെ നാമത്തിൽ ഈ റോഡ് നാമകരണം ചെയ്തപ്പോൾ അത് നമുക്ക് അദ്ദേഹത്തോടുള്ള ഒരു പ്രതിബദ്ധതയും ഒരു കടപ്പാടുമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ റോഡ് നമ്മൾ നാമകരണം ചെയ്തിട്ടുള്ളത്. ഇത് മോളി നമ്മുടെ ഡിവിഷനിലെ റോഡെല്ലാം അടിച്ച് വൃത്തിയാക്കുന്ന നമ്മുടെ തൊഴിലാളിയാണ്. അപ്പോൾ നമുക്ക് ഇവരെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചുള്ള ഏറ്റവും കൂടുതൽ നമ്മൾ കടപ്പെട്ടിരിക്കുന്ന ആളുകളാണ് ഇവരൊക്കെ. മോളിയപ്പുള്ളിൽ അങ്ങനെ ഹരിതകർമ്മസേനക്കാരുണ്ട്, നമ്മൾ കണ്ടിജൻ തൊഴിലാളികളുണ്ട്, DLRകാരുണ്ട്. അവരൊക്കെ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ഡിവിഷനകത്ത് കുറേ പരിമിതികളുണ്ട്. ഇപ്പോൾ നമുക്ക് സ്ഥലങ്ങളില്ല, കോർപ്പറേഷൻ്റെ സ്ഥലമില്ല, സർക്കാരിൻ്റെ സ്ഥലമില്ല, നമുക്കൊരു പദ്ധതി കൊണ്ടുവരാനുള്ള സ്ഥലമില്ല, നമുക്ക് മാലിന്യം ഡംപ് ചെയ്ത് സൂക്ഷിക്കാനുള്ള സ്ഥലമില്ല. അങ്ങനെയുള്ള പരിമിതികൾക്കെല്ലാം നിന്നുകൊണ്ട് തന്നെ ഇവരെപ്പോലെയുള്ള ആളുകൾ നമ്മൾ ചെയ്തു കൂട്ടുന്ന സഹായങ്ങൾ നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. ഞാൻ ആരുടെങ്കിലും ഏറ്റവും കൂടുതൽ കടപ്പാടുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാനത് കണ്ടിജൻ തൊഴിലാളികളോടും DLR തൊഴിലാളികളോടും ഹരിതകർമ്മസേനക്കാരോടൊക്കെയാണ്. കാരണം അവരില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ ഡിവിഷനിൽ നമുക്ക് ഇത്രത്തോളം വൃത്തിയായി നമ്മുടെ ഡിവിഷൻ നമുക്ക് കൊണ്ടുപോകാൻ കഴിയുമായിരുന്നില്ല. BY അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ പേരിലുള്ള റോഡാണ്. ഇപ്പം നമ്മളതിൻ്റെ കാനം നവീകരിച്ച് ഇൻ്റർലോക്ക് കട്ടയൊക്കെ നമ്മൾ റീസെറ്റ് ചെയ്ത് നല്ല രീതിയിൽ സഞ്ചാരയോഗ്യമാക്കി മാറ്റിയിട്ടുണ്ട്. കൊച്ചിയിലെ ആദ്യകാല പൊതുപ്രവർത്തകനായിട്ടുള്ള BY അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു റോഡ് നമുക്ക് നവീകരിക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. തൊട്ടിപ്പുറത്ത് നമ്മുടെ കൊച്ചിയുടെ പ്രഥമ മേയറായിരുന്ന കൊച്ചുണ്ണി മാസ്റ്ററുടെ നാമധേയത്തിൽ ഇവിടെ നമുക്ക് നല്ലൊരു റെസിഡൻസ് അസോസിയേഷൻ ഉണ്ട്. കൊച്ചിയിലെ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന
ഒരു റെസിഡൻസ് അസോസിയേഷനാണ് നമ്മുടെ കൊച്ചുണ്ണി മാസ്റ്റർ റെസിഡൻസ് അസോസിയേഷൻ എന്ന് പറയുന്നത്. എല്ലാ കാര്യത്തിലും എല്ലാ രീതിയിലും ഒരു കൗൺസിലർ എന്ന നിലയിൽ എന്നോട് ഏറ്റവും കൂടുതൽ സഹകരിച്ച് പോകുന്ന ആളുകളാണ് ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും. തീർച്ചയായിട്ടും അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ പേരിൽ ഇങ്ങനെ റോഡ് പണിയാൻ കഴിഞ്ഞതും നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ഒരു നമ്മുടെ നേട്ടങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ റോഡ് ഇങ്ങനെ പണിതതും. കഴിഞ്ഞ 5 വർഷക്കാലമായി എന്നെ ഏറ്റവും കൂടുതൽ പിന്തുണക്കുന്ന ഇവർ DLR തൊഴിലാളികളാണെങ്കിലും എൻ്റെ അനിയന്മാരായിട്ട് തന്നെയാണ് ഞാനിവിടെ കാണുന്നത്. നമ്മുടെ ഡിവിഷന് വൃത്തിയാക്കി കൊണ്ടുപോകുന്നതിൽ ഇവർ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കൊരു സ്ഥലമൊന്നുമില്ലാത്ത ഒരു ഡിവിഷനാണെങ്കിൽ കൂടും കൃത്യമായ രീതിയിൽ അവർ എല്ലാ ദിവസവും രാവിലെ പരസ്പരം ആലോചിച്ച് എവിടേക്ക് എന്തൊക്കെയാണ് വർക്ക് ചെയ്യേണ്ടതിനെ കുറിച്ച് ആലോചിച്ച് ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ ഡിവിഷനെ വൃത്തിയാക്കി കൊണ്ടുപോകുന്നതിൽ എന്നെ ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുകയും സഹകരിക്കുകയും ചെയ്തിട്ടുള്ള നമ്മുടെ DLR തൊഴിലാളികളാണ്. കഴിഞ്ഞ 5 വർഷമായിട്ട് ഇവർ തന്നെയാണ് എൻ്റെ കൂടെ ഉള്ളത്. ഞാൻ ഏത് സമയത്ത് വിളിച്ചാലും ആ സമയത്തൊക്കെ അവർ വന്ന് നമ്മുടെ ഡിവിഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സജീവമായി പങ്കാളിത്തം വഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട അനുജന്മാരാണ് ഈ DLR തൊഴിലാളികൾ. ഇവർ 5 പേരുണ്ട് മൊത്തം. 3 പേരെ നമുക്ക് കിട്ടിയുള്ളൂ, ബാക്കി 2 പേര് വർക്കിലാണ്. ഇവരോടുള്ള നന്ദിയും കടപ്പാടും ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഇതാണ് നമ്മുടെ കബഡി കോർട്ട് എന്ന് പറയുന്നത്. കൊച്ചി നഗരസഭയിലെ 74 ഡിവിഷനുകളിലെയും ആദ്യത്തെ കബഡി കോർട്ടാണ് ഈ കബഡി കോർട്ട്. നമ്മുടെ പനയപ്പള്ളി കോർപ്പറേഷൻ നഗരമാണിത്. ഇവിടെയാണ് ഒട്ടേറെ കബഡി താരങ്ങൾക്ക് ജന്മം നൽകിയ ഒരു പ്രദേശമാണിത്. ദേശീയ തലങ്ങളിലൊക്കെ കളിച്ചിട്ടുള്ള ഒട്ടേറെ കളിക്കാർ നമ്മുടെ ഈ നഗറിലുണ്ട്. സംസ്ഥാനത്തും ജില്ലയിലൊക്കെ പോയി സമ്മാനങ്ങൾ വാരിക്കൂട്ടിയ ഒട്ടനേറെ ആളുകൾ ഈ പ്രദേശത്തുണ്ട്. കബഡിയുടെ ആശാൻ, എറണാകുളം ജില്ലയിൽ തന്നെ കബഡിയുടെ ആശാൻ എന്ന് പറയുന്ന മുരളിച്ചേട്ടൻ താമസിക്കുന്നത് നമ്മുടെ അടുത്താണ്. മുരളിച്ചേട്ടൻ്റെ നേതൃത്വത്തിലാണ് നമ്മുടെ ഈ പ്രദേശത്ത് ഈ കബഡി കോർട്ട് ഇങ്ങനെ സഫലീകരിച്ചത്. ഇപ്പോൾ ഇത് മാറ്റിലായിട്ട് വരുമ്പോഴേ ഇതിൻ്റെ ഭംഗി കാണുകയുള്ളൂ. കാരണം ഇതിപ്പോൾ നമ്മൾ മാറ്റെല്ലാം നമ്മൾ മാറ്റിയിട്ടിരിക്കുകയാണ്. മാറ്റ് വിരിക്കുമ്പോൾ ഈ കോർട്ട് വളരെ നല്ല രീതിയിൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഈ കോർട്ടിനെ കാണാൻ കഴിയും. ഇത് നമ്മുടെ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു. കാരണം വർഷങ്ങളായിട്ട് ഇവിടെ ഒരു ആവശ്യമായിരുന്നു ഒരു കബഡി കോർട്ട് വരണമെന്നുള്ളത്. ആ കബഡി കോർട്ട് നമുക്ക് സാധിച്ച് എടുക്കാൻ കഴിഞ്ഞതും എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ റോഡിനൊരു പ്രത്യേകതയുണ്ട്. ഈ റോഡ് ഞാൻ കൗൺസിലർ വരുന്ന സമയത്ത് തീർത്തും പൊട്ടിപ്പൊളിഞ്ഞു കിടന്നിരുന്ന ഒരു അവസ്ഥയിലാണ്. ഈ റോഡ് നമ്മൾ പൂർണ്ണമായിട്ടും നമ്മൾ BMNC നിലവാരത്തിൽ ടാർ ചെയ്തു. ഈ റോഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എനിക്കെത്തിക്കുക. നമുക്കറിയാം, കൊച്ചിയിലെ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. ദീർഘകാലം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അഖിലേന്ത്യാ കമ്മിറ്റി അംഗമായിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. കൗൺസിലറായിരുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പേരിൽ കൊച്ചിയിൽ ഒരു റോഡ് എവിടെയും നാമകരണം ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അത് നമ്മുടെ ഡിവിഷനിൽ ഈ പനയപ്പള്ളി ബൈ റോഡിന് ലത്തീഫ് സാഹിബിന്റെ പേര് നാമകരണം ചെയ്യാൻ സാധിച്ചതും എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ്. അത് എല്ലാവരും, കൊച്ചിയിലെ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളും എന്നെ വിളിച്ച് അനുമോദിച്ചിട്ടുള്ള ഒരു സംഭവം കൂടിയാണ് ഈ റോഡിന് അദ്ദേഹത്തിന്റെ പേര് നാമകരണം ചെയ്തിട്ടുള്ളത്. ഈ റോഡും നല്ല രീതിയിൽ ആധുനിക രീതിയിൽ നമുക്കത് BMNBC നിലവാരത്തിൽ ടാർ ചെയ്യാൻ നമുക്ക് സാധിച്ചു. ഇത് ആണ്ടിയാചാര്യ റോഡ്, കൊച്ചിയിലെ ഏറ്റവും ആദ്യമായിട്ട് രൂപീകരിക്കപ്പെട്ട റെസിഡൻസ് അസോസിയേഷനിൽ ഒരു അസോസിയേഷനാണ് ആണ്ടിയാചാര്യ റോഡ് എന്ന് പറയുന്നത്. വളരെ സജീവമായിട്ട് പോകുന്ന ഒരു അസോസിയേഷനാണ് ഇവിടെയുള്ളവർ. ഈ റോഡ് നമ്മൾ 2025-26 ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പാന നവീകരിച്ച് മുഴുവൻ ഇൻ്റർലോക്ക് കട്ട ഇവിടുന്ന് അറ്റം വരെ ഇൻ്റർലോക്ക് കട്ട വിരിക്കുന്ന ഒരു ജോലി ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ റോഡ് വളരെ മനോഹരമായിട്ട് പോകുന്ന ഒരു വഴിയാണ്. നമ്മുടെ ഡിവിഷനിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ സഞ്ചാരയോഗ്യമാക്കിയിട്ടുള്ള ഒരു പ്രദേശമാണ് ആണ്ടിയാചാര്യ റോഡ്. ഈ റെസിഡൻസ് അസോസിയേഷൻ്റെ കീഴിലുള്ള ഈ റോഡ് എന്ന് പറയുന്നത്. ആണ്ടിയാചാര്യ ക്ഷേത്രം വളരെ പ്രസിദ്ധമായ ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൻ്റെ പേരാണ് ഈ റോഡിന് ഇട്ടിട്ടുള്ളത്. ഈ റോഡ് നമ്മളിപ്പോൾ നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ചിത്തുപറമ്പ് റോഡ്. ഇതും തകർന്നു കിടന്നിരുന്ന ഒരു റോഡാണ്. ഇപ്പോൾ നമ്മൾ 2 ദിവസം മുമ്പാണ് ഇത് BMNBC നിലവാരത്തിൽ നമ്മൾ ടാർ ചെയ്തിട്ടുള്ളത്. ഒരു 180 മീറ്ററോളം പൂർണ്ണമായിട്ടും നമ്മൾ BMNBC നിലവാരത്തിൽ ടാർ ചെയ്തു. കുറച്ചുകൂടി വർക്കിനകത്ത് ബാക്കിയുണ്ട്. അപ്പോൾ അതുകൂടി നമ്മളിപ്പോൾ അടുത്ത് തന്നെ പൂർത്തീകരിക്കും. അതിന് സൈഡ് വർക്കുകളും കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെ ബാക്കിയുണ്ട്. അതുകൂടി പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഈ റോഡ് പൂർണ്ണമായിട്ടും BMNBC നിലവാരത്തിൽ ടാർ ചെയ്ത റോഡുമായിട്ട് നമുക്ക് മാറും എന്നുള്ളതാണ് ഒരു പ്രത്യേകത. തൊട്ടിപ്പുറത്തുള്ള PA സൈനുദ്ദീൻ റോഡ് ഞാൻ കൗൺസിലറായി വന്നതിന് ശേഷം ആദ്യം BMNBC നിലവാരത്തിൽ ടാർ ചെയ്ത റോഡാണ്. ഇപ്പോൾ എൻ്റെ ഡിവിഷനിലുള്ള എല്ലാ റോഡുകളും BMNBC നിലവാരത്തിൽ ടാർ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്
എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു സന്തോഷകരമായൊരു കാര്യം. കൊച്ചങ്ങാടി റോഡ് നമ്മൾ ബഹുമാനീയനായ കൊച്ചിയുടെ MLA KJ മാക്സിയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കൊച്ചങ്ങാടി റോഡും നമുക്ക് നല്ല രീതിയിൽ ആധുനിക രീതിയിൽ ടാർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതും നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ഗുണകരമായിട്ടൊരു കാര്യമാണ്. അപ്പോൾ നമുക്കിപ്പോൾ എല്ലാ ഭാഗങ്ങളും സഞ്ചാരയോഗ്യമാക്കി. ഇനി നമുക്ക് കാനൂസിൻ്റെ അവിടുത്തെ ചെറിയൊരു പോർഷനും കൂടി ഉണ്ട്. അതെൻ്റെ സഹപ്രവർത്തനമായിട്ടുള്ള 6ാം ഡിവിഷൻ കൗൺസിലർ MHM അഷ്റഫിൻ്റെ പദ്ധതി പൂർത്തീകരണത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അതും അദ്ദേഹം അടുത്ത് തന്നെ അത് പൂർത്തീകരിക്കും. അപ്പോൾ എല്ലാ ഭാഗങ്ങളും നമുക്ക് പൂർണ്ണമായിട്ടും BMNBC നിലവാരത്തിൽ ടാർ ചെയ്യാൻ സാധിച്ചു എന്നുള്ള ഒരു സന്തോഷകരമായ ഒന്നുകൂടി ചെയ്തിട്ടാണ് ഞാൻ പടിയിറങ്ങുന്നുള്ളത് എന്നുള്ളതും കൂടി എനിക്ക് എന്നെ സംബന്ധിച്ചത് ഏറ്റവും വലിയ ഒരു നേട്ടമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. ഇതെല്ലാം എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ ചങ്കുകളുമാണ്. എന്താവശ്യത്തിനും ഓടി വരാവുന്ന ഏത് സമയത്ത് വിളിച്ചാലും എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ സുഹൃത്തുക്കളാണ് ഇവർ. വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിലെ അംഗങ്ങളാണ്. പക്ഷേ എൻ്റെ ഒരു കാര്യം വരുമ്പോൾ എനിക്ക് വേണ്ടി എല്ലാവിധ പിന്തുണയും എല്ലാവിധ സഹകരണവും നൽകുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ്. എൻ്റെ 5 വർഷത്തെ എൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ തരികയും ഏറ്റവും കൂടുതൽ സഹായിക്കുകയും ചെയ്തിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ്. ഇവരോട് എനിക്ക് വളരെയധികം തീരാത്ത കടപ്പാടുള്ള എൻ്റെ സുഹൃത്തുക്കളാണ് ഇവരെല്ലാവരും. ഇനിയും കുറേ പേര് വരാനുണ്ട്. അവരൊന്നും ഇപ്പോൾ ഓരോരുത്തരൊരു ജോലിയിലാണെന്ന് മാത്രമാണ്. ഇവരൊക്കെ കഴിഞ്ഞ 5 വർഷക്കാലത്തെ കൗൺസിലർ എന്ന പദവിയിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഏറെ സന്തോഷകരവും അഭിമാനത്തോടു കൂടി തന്നെയാണ് ഞാൻ ഈ കൗൺസിലർ പദവിയിൽ നിന്ന് പടിയിറങ്ങുന്നത്. കൗൺസിലർ പദവി കഴിഞ്ഞാലും നേരത്തെ ഞാൻ പ്രവർത്തിച്ചിരുന്ന എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി ഞാൻ ഇവിടെ സജീവമായി തന്നെ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകും. എങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സന്തോഷം തന്നിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ഞാൻ ഏകദേശം 382 പേർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങിക്കൊടുക്കുന്നതിൽ ഒരു കയ്യൊപ്പ് ചാർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. മാസം 1600 രൂപ അവിടെ കയ്യിൽ ആ പെൻഷൻ കിട്ടുമ്പോൾ അവിടെ സന്തോഷത്തിൽ ഞാനും ഒരു ഭാഗമായല്ലോ എന്നുള്ളൊരു സന്തോഷം കൂടി എനിക്കുണ്ട്. തീർച്ചയായിട്ടും അത് നമുക്ക് ഏറ്റവും കൂടുതൽ അഭിമാനവും സന്തോഷവും തരുന്ന ഒരു കാര്യമാണ്. ബഹുമാന്യനായ ആരാധ്യനായ കൊച്ചിയുടെ മേയർ അഡ്വക്കേറ്റ് M. അനിൽകുമാർ ഒട്ടേറെ വലിയ തോതിലുള്ള പിന്തുണയാണ് എനിക്ക് കൗൺസിലർ എന്ന നിലയിൽ എനിക്ക് നൽകിയിട്ടുള്ളത്. കൊച്ചിയിൽ നടത്തി വന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ ആ തുടർച്ച നമ്മുടെ ഒരു ഡിവിഷനിലും കൊണ്ടുവരാൻ കഴിഞ്ഞതിൽ തീർച്ചയായിട്ടും ഞാൻ അദ്ദേഹത്തോടും മറ്റെല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരോടും സഹപ്രവർത്തകരോടൊക്കെ നന്ദി രേഖപ്പെടുത്തുകയാണ്. നമുക്കറിയാം ഈ ചിത്തോറമ്പ് എന്ന് പറയുന്ന പ്രദേശം അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമം ഉണ്ടായിരുന്നൊരു പ്രദേശമാണ്. അവിടെ നമ്മൾ അമൃത പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 400 മീറ്റർ പൈപ്പ് സ്ഥാപിച്ചു. ഏകദേശം 310ഓളം വീടുകളിൽ സൗജന്യ കണക്ഷൻ നൽകി കുടിവെള്ളക്ഷാമം നമുക്ക് ഒരു പരിധിവരെ നമുക്ക് പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ഒരു സംഭവം ഉള്ളതൊഴിച്ചാൽ ബാക്കി എല്ലാ രംഗങ്ങളിലും നമുക്ക് പൂർണ്ണമായിട്ടും കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഡിവിഷനിൽ LED ലൈറ്റുകൾ 140ഓളം LED ലൈറ്റുകൾ സ്ഥാപിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇനിയും കുറച്ച് സ്ഥലങ്ങളിൽ നമുക്ക് LED ലൈറ്റുകൾ സ്ഥാപിക്കാൻ ഉണ്ട്. അപ്പോൾ അത് നമ്മളതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ചെറിയ ഡിവിഷൻ നമ്മുടെ കൊച്ചി നഗരസഭയിലെ തന്നെ ഏറ്റവും ചെറിയ ഡിവിഷൻ എന്ന നിലയിൽ ചെറിയ ഡിവിഷനായിട്ടുള്ള ഈ ഡിവിഷനകത്ത് പരമാവധി വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സ്വന്തമായിട്ടൊരു ഓഫീസില്ലാത്ത ഒരു കൗൺസിലറാണ്. ഞാൻ പരമാവധി ആളുകളെ എൻ്റെ വീട്ടിലേക്ക് വരുത്തുന്നതിൽ ഞാനങ്ങനെ ആളുകൾ എൻ്റെ വീട്ടിലേക്ക് വരുത്തുന്നതിനോട് ഞാനങ്ങനെ യോജിപ്പ് കാണിച്ചിട്ടില്ല. പരമാവധി ആളുടെ വീടുകളിലേക്ക് ഞാൻ ചെന്ന് അവർക്ക് ആവശ്യമായുള്ള കാര്യങ്ങൾ വീടുകളിൽ ചെന്ന് ചെയ്തു കൊടുക്കുന്ന ഒരു സാധാരണക്കാരനായിട്ടുള്ളൊരു പ്രവർത്തകനാണ്. അപ്പോൾ അത് ആളുകളുടെ ഇടയിൽ കൂടുതൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആളുകളുമായിട്ട് കൂടുതൽ ബന്ധപ്പെടുവാനും അവരുടെ ചെറിയ ചെറിയ സന്തോഷങ്ങളിലും ചെറിയ ചെറിയ ദുഃഖങ്ങളിലും പങ്കുചേരാനും എനിക്ക് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ദുരിതമനുഭവിക്കുന്ന നമ്മുടെ സമൂഹത്തിലെ എല്ലാ ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പോകാൻ കഴിഞ്ഞ 5 വർഷക്കാലം ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കുണ്ടായിട്ടുള്ള ഒരു സന്തോഷമെന്ന് പറയുന്നത്. അത് കൂടുതൽ ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ കൂടുതൽ ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ എൻ്റെ ഈ 5 വർഷക്കാലത്ത് കൗൺസിലർ എന്നുള്ള പദവി എനിക്ക് നൽകിയിട്ടുള്ള അനുഭവങ്ങൾ തീർച്ചയായിട്ടും അത് ഉപകരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം എനിക്ക് വേണ്ടി എന്നോടൊപ്പം എന്നെ ചേർത്ത് നിർത്തിയ എന്നോട് ചേർന്ന് നിന്ന എന്നെ സ്നേഹിച്ച എനിക്ക് കരുതൽ നൽകിയ ഡിവിഷനിലെ എല്ലാ ജനങ്ങളോടും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്.